സെക്കൻഡ് മോഡ്യൂളിലെ അടുത്തൊരു ചാപ്റ്ററാണ് ടെസ്റ്റ് ഫോർ ആൻ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ. അപ്പോൾ ഈ ഐഡിയൽ ഇൻഡെക്സ് നമ്പറാണ് ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ടൈം റിവേഴ്സൽ ടെസ്റ്റ്, അതുപോലെ തന്നെ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്. അപ്പോൾ എന്താ ടൈം റിവേഴ്സൽ ടെസ്റ്റ് നോക്കാം. ടൈം റിവേഴ്സൽ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ P01 ഇൻറ്റു P10 ഈക്വൽ ടു 1. നമ്മൾ P01 ഇൻറ്റു P10 ഈക്വൽ ടു 1. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ P01 ഇൻറ്റു 100 ഇക്വേഷനിലെ ഇക്വേഷൻ ഇൻറ്റു 100 എന്ന് ഒഴിവാക്കിയിട്ടുള്ളതാണ് P10 ഇൻറ്റു P01 ഇൻറ്റു P10 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ P10 എന്താ നമുക്കറിയാം. നമ്മൾ ലാസ്റ്റ് സ്പേസ് മെത്തേഡിൽ വെച്ചെങ്കിൽ നമ്മുടെ P10 എന്ന് പറയുന്നത് P01 എന്ന് പറയുന്നത് സിഗ്മ Q0 P1 ഡിവൈഡ് ബൈ സിഗ്മ Q0 P0 ആണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റേഴ്സിൽ അതിൻ്റെ രീതിയിൽ മാറ്റം വരും. അപ്പോൾ നമ്മുടെ P01 എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ടെസ്റ്റിലും അതുപോലെ ആയിരിക്കും, അതിൻ്റെ ഇക്വേഷൻ അനുസരിച്ചായിരിക്കും. അപ്പോൾ P01 എന്താ നമുക്ക് മനസ്സിലായി. ഇനി P10 എന്താണെന്ന് നോക്കാം. P10 പറഞ്ഞാൽ എന്താ, P10 ഇസ് ദ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഓഫ് ദ ഇയർ ഇൻ കമ്പാരിസൺ വിത്ത് ദ കറണ്ട് ഇയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൈസ് ഇൻഡെക്സാണ് നമ്മൾ കറണ്ട് ഇയറും അതുപോലെ തന്നെ കറണ്ട് ഇയറിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രൈസ് ഇൻഡെക്സ് നമ്പറാണ് എന്ത് P10 എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമുക്ക് ആദ്യം നമ്മുടെ ലാസ്റ്റ് സ്പേസ് മെത്തേഡിൽ ലാസ്റ്റ് സ്പേസ് മെത്തേഡ് ഇൻഡെക്സ് നമ്പറിൻ്റെ സിറ്റുവേഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്പേസ് മെത്തേഡിൻ്റെ ഇക്വേഷൻ എന്താ, P01 എന്ന് വെച്ച് കഴിഞ്ഞാൽ P01 ഈക്വൽ ടു സിഗ്മ Q0 സിഗ്മ Q0 P1 ഡിവൈഡ് ബൈ സിഗ്മ Q0 P0 അല്ലേ. ഇത് നമുക്ക് അതിൻ്റെ P10 എന്ന് പിടിക്കാം. P10 എന്താ, P10 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ Q0 P1 എന്നില്ലേ, അതിൽ നമ്മളെ Q0 എന്നുള്ളത് Q1 ആക്കുക, അതുപോലെ P1 എന്നുള്ളത് P0 ആക്കുക. നമ്മുടെ അടിയിലത്തെ ബേസിലത്തെ നമ്പേഴ്സ് മാത്രം നമ്മുടെ ബേസ് ഇയറും അതുപോലെ തന്നെ കറണ്ട് ഇയറും മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ P10 നമ്മുടെ Q0 ആൻഡ് P0 ആണ്, അതുപോലെ തന്നെ അടിയിൽ Q0 P0 ആണ്. നമ്മളെന്ത് P10 വരുമ്പോൾ മുകളിൽ Q1 P0 എന്നാവും, അടിയിൽ സിഗ്മ Q1 P1 എന്നാവും. ഇപ്പം നമ്മുടെ ടൈം റിവേഴ്സലിൻ്റെ ഇക്വേഷൻ എന്താ, P01 ഇൻറ്റു P10 ഈക്വൽ ടു 1 ആയാൽ മാത്രമേ നമ്മുടെ ടെസ്റ്റ് ഇവിടെ സാറ്റിസ്ഫൈ ആവുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ P01 ഇൻറ്റു P10 നമ്മൾ ഇൻറ്റു ചെയ്യുക. അപ്പോൾ P0 എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ Q0 P1 ഡിവൈഡ് ബൈ സിഗ്മ Q0 P0 ഇൻറ്റു P10 എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ Q1 P0 ഡിവൈഡ് ബൈ സിഗ്മ Q1 P1 അല്ലേ. നമ്മളിപ്പോൾ ഇൻറ്റു ചെയ്തു. നമുക്ക് അവിടെ ഒരിക്കലും 1 വരില്ല അല്ലേ, കാരണം അതൊരിക്കലും താഴെ മുകളിൽ മാച്ചില്ലാത്ത നമുക്കത് ഒരിക്കലും 1 ആയിട്ട് അസ്യൂം ചെയ്യാൻ പറ്റില്ല. ആൻസർ 1-നേക്കാൾ മേലെ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ P0 ഇൻറ്റു P10 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്പേസ് മെത്തേഡിൽ ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈഡ് അല്ല. ഓക്കെ, ഇനി പാസ്റ്റേഴ്സ് മെത്തേഡിൽ എങ്ങനെ നോക്കാം. പാസ്റ്റേഴ്സ് മെത്തേഡിൽ P10 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ സിഗ്മ Q1 P1 ഡിവൈഡ് ബൈ സിഗ്മ Q1 P0 ആണ്. അപ്പോൾ നമ്മുടെ P10 മാറ്റുമ്പോൾ എന്താ, നമ്മുടെ അടിയത്തെ ബേസിൻ്റെ നമ്പർ മാത്രം മാറ്റി കൊടുക്കുക ബേസിലത്തെ. അപ്പോൾ സിഗ്മ Q1 P1 എന്നുള്ളത് സിഗ്മ Q0 P0 എന്നാവും, ഡിവൈഡ് ബൈ സിഗ്മ Q0 P1. ഇതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ P0 കിട്ടി, P10 കിട്ടി. നമ്മൾ നമ്മുടെ P0 ഇൻറ്റു P10 ഈക്വൽ ടു 1 വരുന്നത് നോക്കാം. നമ്മൾ സിഗ്മ Q1 P1 ഡിവൈഡ് ബൈ സിഗ്മ Q1 P0 ഇൻറ്റു സിഗ്മ Q0 P0 ഡിവൈഡ് ബൈ സിഗ്മ Q0 P1 നോക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് ഈക്വൽ ടു 1 കിട്ടില്ല. നമ്മുടെ ലാസ്റ്റ് സ്പേസ് പോലെ തന്നെ ഒരിക്കലും ഈക്വൽ ടു 1 കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്താ അസ്യൂം ചെയ്യാം, ബോത്ത് ദ ടൈം റിവേഴ്സൽ ടെസ്റ്റ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ബൈ ദ ലാസ്റ്റ് സ്പേസ് ആൻഡ് പാസ്റ്റേഴ്സ് മെത്തേഡ്. ടൈം റിവേഴ്സൽ ഒരിക്കലും ലാസ്റ്റ് സ്പേസ് മെത്തേഡിലും പാസ്റ്റേഴ്സ് മെത്തേഡിലും സാറ്റിസ്ഫൈഡ് ആവില്ല നമുക്ക് അസ്യൂം ചെയ്യാം. നമുക്ക് ഇനി നമ്മുടെ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പറിൽ ഇത് സാറ്റിസ്ഫൈഡ് ആവുമെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അടുത്തത് നമ്മുടെ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പറിലേക്ക് പോയി. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പറിൻ്റെ ഇക്വേഷൻ എന്താ, നമ്മുടെ P0 എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ L ഇൻറ്റു P ആണ്. നമ്മുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്പേസ് ഇൻറ്റു പാസ്റ്റേഴ്സ്. അപ്പോൾ റൂട്ട് ഓഫ് P01 ഈക്വൽ റൂട്ട് ഓഫ് സിഗ്മ Q0 P1 ഡിവൈഡ് ബൈ സിഗ്മ Q0 P0 ഇൻറ്റു സിഗ്മ Q1 P1 ഡിവൈഡ് ബൈ സിഗ്മ Q1 P0. നമ്മളതിൻ്റെ P10 കണ്ടുപിടിക്കുക, നമ്മളെ ബേസിലത്തെ നമ്പർ മാറ്റി കൊടുക്കുക. അപ്പോൾ P10 ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ Q1 P0 ഡിവൈഡ് ബൈ സിഗ്മ Q1 P1 ഇൻറ്റു സിഗ്മ Q0 P0 ഡിവൈഡ് ബൈ സിഗ്മ Q0 P1. നമുക്ക് എന്ത് കിട്ടി, P01 കിട്ടി, P10 കിട്ടി. നമുക്ക് എന്ത് ചെയ്യുക, P01 ഇൻറ്റു P10 ചെയ്യുക. അപ്പോൾ റൂട്ട് ഓഫ് സിഗ്മ Q0 P1 ഡിവൈഡ് ബൈ സിഗ്മ ടോട്ടൽ നമ്മൾ ഒരുമിച്ച് റൂട്ട് അടിയിൽ എഴുതാം. രണ്ട് P01നെയും P10 നമ്മൾ ഒരുമിച്ച് റൂട്ടിൻ്റെ അടിയിൽ കൊണ്ടുവരിക. അപ്പോൾ സിഗ്മ Q0 P1 ഡിവൈഡ് ബൈ സിഗ്മ Q0 P0 ഇൻറ്റു സിഗ്മ Q1 P1 ഡിവൈഡ് ബൈ സിഗ്മ Q1 P0 ഇൻറ്റു
സിഗ്മ Q1 P0 ഡിവൈഡ് ബൈ സിഗ്മ Q1 P1 ഇൻറ്റു സിഗ്മ Q0 P0 ഡിവൈഡ് ബൈ സിഗ്മ Q0 P1. നോക്കുക ഇവിടെ ഇപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ Q0 P1 എന്നുള്ളത് നമുക്ക് താഴെ വരുന്നുണ്ട് അല്ലേ, നാലാമത്തേൽ അടിയിൽ Q0 P1 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ Q0 P1 എന്നുള്ളത് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ തന്നെ Q1 P1 മുകളിൽ വരുന്നുണ്ട്, താഴെ വരുന്നുണ്ട്, അത് രണ്ടും കട്ട് ചെയ്ത് കളയുക. അതുപോലെ Q1 P0 എന്ന് പറയുന്നത് താഴെയും വരുന്നുണ്ട്, മുകളിൽ വരുന്നുണ്ട്, അതും കട്ട് ചെയ്ത് കളയുക. അതുപോലെ തന്നെ Q0 P0 എന്ന് പറയുന്നത് താഴെയും വരുന്നുണ്ട്, മുകളിൽ വരുന്നുണ്ട്, അപ്പോൾ അതും കട്ട് കളയുക. അപ്പോൾ ബാക്കി നമുക്ക് എല്ലാം കട്ട് ചെയ്ത് പോവും. ഓൾറെഡി അതിൻ്റെ ഉള്ളിലത്തെ എല്ലാതും അടിയിലും മുകളിലും ഒരേപോലത്തെ വരുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയും. അപ്പോൾ ലാസ്റ്റ് എന്താ, റൂട്ടിൻ്റെ ഉള്ളിൽ 1 മാത്രമാവും. അപ്പോൾ റൂട്ട് 1 നമുക്ക് കിട്ടുക. റൂട്ട് 1 എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം, റൂട്ട് 1 = 1 അല്ലേ. അപ്പോൾ P0 × P1 എന്ന് പറയുന്നത് P0 × P10 പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, 1 കിട്ടി. അപ്പോൾ നമ്മുടെ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ മെത്തേഡ് ടൈം റിവേഴ്സൽ ടെസ്റ്റിൽ സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, ബാക്കി രണ്ടും ലാസ്റ്റ് പേഴ്സും പാസ്റ്റേഴ്സും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. അപ്പോൾ അടുത്ത് നമ്മുടെ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് നോക്കാം. ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിൻ്റെ ഇക്വേഷൻ എന്താ വരിക, അതിൻ്റെ കണ്ടീഷൻ എന്താ വരിക, P0 × Q01 P01 × Q01 = സിഗ്മ Q1 P1 ഡിവൈഡ് ബൈ സിഗ്മ Q0 P0. നമ്മുടെ P10 × Q01 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം, അത് എന്തിന് ഈക്വൽ ആയിരിക്കണം, സിഗ്മ Q1 P1 ഡിവൈഡ് ബൈ സിഗ്മ Q0 P0 ഈക്വൽ ആയിരിക്കണം. അതാണ് നമ്മുടെ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് ലാസ്റ്റ് പേഴ്സ് മെത്തേഡിൽ അതിനെ നോക്കാം. നമ്മൾ ലാസ്റ്റ് പേഴ്സ് മെത്തേഡിൽ P01 എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ Q0 P1 ഡിവൈഡ് ബൈ സിഗ്മ Q0 P0 ആണ്. നമുക്ക് ഇനി എങ്ങനെ Q01 കണ്ടുപിടിക്കാൻ നോക്കാം. Q01 കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ നമ്മുടെ ടൈം റിവേഴ്സൽ ടെസ്റ്റിൽ എന്താ മാറ്റിയത്, നമ്മുടെ ബേസ് നമ്പർ ആയിട്ടുള്ള 0യും 1 ആണ് മാറ്റി കൊടുത്തത്. കറണ്ടിനും ബേസിനും അങ്ങോട്ട് ഇൻ്റർചേഞ്ച് ചെയ്തത്. പക്ഷേ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നമ്മുടെ പ്രൈസും ക്വാണ്ടിറ്റി ഇൻ്റർചേഞ്ച് ചെയ്യാം അല്ലേ. ഇപ്പോൾ നമുക്ക് ഇവിടെ സിഗ്മ Q0 P1 ആണെങ്കിൽ നമ്മുടെ Q10 വരുമ്പോൾ എന്തായിരിക്കും, സിഗ്മ P0 Q1 ആയിട്ട് മാറും അല്ലേ. നമ്മുടെ പ്രൈസിങ് ക്വാണ്ടിറ്റി ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒബ്റ്റെയിനിങ് ബൈ ഇൻ്റർചേഞ്ചിങ് Q by P ആൻഡ് P by Q. ഓക്കെ, മനസ്സിലായോ. അങ്ങനെ നമുക്ക് P01 Q01 കണ്ടുപിടിക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് പേഴ്സ് മെത്തേഡിൽ നോക്കാം. ലാസ്റ്റ് പേഴ്സ് മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ P01 കിട്ടി, Q01 കിട്ടി. നമുക്ക് എന്താ ഇക്വേഷൻ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്, P01 × Q01 = സിഗ്മ Q1 P1 ഡിവൈഡ് ബൈ സിഗ്മ Q0 P0 അല്ലേ. അപ്പോൾ നമ്മുടെ സിഗ്മ Q0 P1 ഡിവൈഡ് ബൈ സിഗ്മ Q0 P0 ഇൻറ്റു സിഗ്മ P0 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 ചെയ്തു. അപ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും അത് ഈക്വൽ ടു സിഗ്മ Q1 P1 ഡിവൈഡ് ബൈ സിഗ്മ Q0 P0 ആയിട്ട് വരില്ല. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പേഴ്സ് മെത്തേഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിൽ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഓക്കെ, ഇനി പാസ്റ്റേഴ്സ് മെത്തേഡിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കാം. പാസ്റ്റേഴ്സ് മെത്തേഡിൽ എങ്ങനെയാണ്, P01 എന്ന് പറയുന്നത് സിഗ്മ Q1 P1 ഡിവൈഡ് ബൈ സിഗ്മ Q1 P0 ആണ്. അതുപോലെ Q01 വരുന്നത് സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P1 Q0 ആണ്. കാരണം നമ്മുടെ അതിൻ്റെ ക്വാണ്ടിറ്റിയും പ്രൈസും ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ P01 × Q01 ചെയ്ത് നോക്കാം. അപ്പോൾ P01 × Q01 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, അതൊരിക്കലും നോട്ട് ഈക്വൽ ടു സിഗ്മ Q1 P1 ഡിവൈഡ് ബൈ സിഗ്മ Q0 P0 ആണ്. അപ്പോൾ നമ്മുടെ പാസ്റ്റേഴ്സ് മെത്തേഡിലും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിൽ പാസ്റ്റേഴ്സ് മെത്തേഡും അതുപോലെ തന്നെ ലാസ്റ്റ് പേഴ്സ് മെത്തേഡും ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യില്ല. നമ്മുടെ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ സാറ്റിസ്ഫൈ ചെയ്ത് നോക്കാം. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പറിൻ്റെ P01 എന്ന് പറയുന്നത് സിഗ്മ Q0 P1 ഡിവൈഡ് ബൈ സിഗ്മ Q0 P0 ആണ് ഇൻറ്റു സിഗ്മ Q1 P1 ഡിവൈഡ് ബൈ സിഗ്മ Q1 P0 ആണ്. നമ്മളതിനെ Q01 കാണുമ്പോൾ അതിൻ്റെ Pയും Qയും ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സിഗ്മ P0 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P1 Q0. ഓക്കെ, നമ്മളതിന് ഇൻറ്റു ചെയ്യുമ്പോൾ P01 × Q01 ചെയ്യുമ്പോൾ റൂട്ടിനുള്ളിൽ നമ്മൾ 4 ഒരുമിച്ച് എഴുതാം. എന്നിട്ട് നോക്കുക, നമ്മുടെ സിഗ്മ Q0 P1 അതുപോലെ തന്നെ സിഗ്മ P0 Q1 മാത്രമേ കട്ട് ചെയ്ത് പോകുള്ളൂ. ബാക്കി ഇവിടെ എന്തുണ്ട്, 2 സിഗ്മ Q1 P1 ഉണ്ട്. അതുപോലെ തന്നെ അടിയിൽ എന്തുണ്ട്, മുകളിൽ 2 സിഗ്മ Q1 P1 അടിയിൽ 2 സിഗ്മ Q0 P0 ഉണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെയായിട്ട് എഴുതാം, സിഗ്മ Q1 P1 സ്ക്വയർ ഡിവൈഡ് ബൈ സിഗ്മ Q0 P0 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ റൂട്ട് ആയതുകൊണ്ട് തന്നെ റൂട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ സ്ക്വയർ പോവും. അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് എടുക്കുമ്പോൾ സിഗ്മ Q1 P1 ഡിവൈഡ് ബൈ സിഗ്മ Q0 P0. അപ്പോൾ നമ്മുടെ ടെസ്റ്റ് അവിടെ എന്തായി, സാറ്റിസ്ഫൈഡ് ആയി. കാരണം നമുക്ക് P0 × Q0 എന്ന് പറയുന്നത് സിഗ്മ Q1 P1 ഡിവൈഡ് ബൈ സിഗ്മ Q0 P0 എന്ന് കിട്ടി. ഇത് തന്നെയാണ് നമ്മുടെ കണ്ടീഷനും അല്ലേ. അപ്പോൾ നമുക്ക് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, മറ്റേ പാസ്റ്റേഴ്സ് മെത്തേഡും ലാസ്റ്റ് പേഴ്സ് മെത്തേഡും ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിൽ സാറ്റിസ്ഫൈഡ് അല്ല. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. കാൽക്കുലേറ്റ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ആൻഡ്
ഷോ ദാറ്റ് ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് ഇൻ ദ ടൈം റിവേഴ്സ് ആൻഡ് ഫാക്ടർ റിവേഴ്സ് ടെസ്റ്റ്. നമ്മൾ ആദ്യം ഈ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് ടൈം റിവേഴ്സ് ടെസ്റ്റും അതുപോലെ തന്നെ ഫാക്ടർ റിവേഴ്സ് ടെസ്റ്റിലും സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഐറ്റംസ് വന്നിട്ട് ABCD, നമ്മുടെ കറണ്ട് ഇയർ പ്രൈസും കറണ്ട് ഇയർ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ബേസ് ഇയർ പ്രൈസും ബേസ് ഇയർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ തന്നിരിക്കുന്ന ടേബിളിലേക്ക് വെക്കുക. ടേബിളിലേക്ക് ആകുമ്പോൾ ABCD ഐറ്റംസ് കൊടുക്കുക. അതുപോലെ തന്നെ ബേസ് ഇയർ പ്രൈസ് ആയിട്ടുള്ള P0 നോട്ട് ചെയ്തു, Q0 നോട്ട് ചെയ്തു, അതുപോലെ P1 നോട്ട് ചെയ്തു, Q1 നോട്ട് ചെയ്തു. നമുക്ക് ഇനി ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാതും നമ്മൾ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? Q0 × P1 വേണം, അതുപോലെ Q0 × P0 വേണം, Q1 × P1 വേണം, Q1 × P0 വേണം. നമ്മൾ ആദ്യം Q0 × P1 ചെയ്തു. നമ്മൾ ഓരോ ഐറ്റത്തിൻ്റെയും Q0 × P1 ചെയ്തു. നമുക്ക് ടോട്ടൽ എന്ത് കിട്ടി? 5618 കിട്ടി, 5650 കിട്ടി. നമ്മളിനി Q0 × P0 ചെയ്യാം. അപ്പോൾ ഓരോ ഐറ്റത്തിനെയും Q0 × P0 ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ടോട്ടൽ എന്ത് കിട്ടും? 4160 കിട്ടും. ഇനി Q1 P1 കാണാം. ഓരോ ഐറ്റത്തിനെയും Q1 P1 കണ്ടുപിടിക്കുക. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കാണാം 6360. ഇനി Q1 P0 കാണുക. ഓരോ ഐറ്റത്തിനെയും സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് ടോട്ടൽ കാണാം 4600. ഓക്കെ, നമ്മൾ ഇനി എന്താ ആദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ P0 ആയിട്ടുള്ള ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് സിഗ്മ Q0 P1 ഡിവൈഡ് ബൈ സിഗ്മ Q0 P0 ഇൻറ്റു സിഗ്മ Q1 P1 ഡിവൈഡ് ബൈ സിഗ്മ Q1 P0 ഇൻറ്റു 100. അപ്പോൾ നമ്മളിതൊക്കെ നമ്മൾ അല്ലേ? നമ്മളതൊക്കെ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഇക്വേഷനിലേക്ക്. അപ്പോൾ P0 = റൂട്ട് ഓഫ് 5650 ഡിവൈഡ് ബൈ 4160 ഇൻറ്റു 6360 ഡിവൈഡ് ബൈ 4600. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് ഫസ്റ്റത്തെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1.365 കിട്ടും. സെക്കൻഡ് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.382 കിട്ടും. ഇൻറ്റു 100 ചെയ്യുക. എന്നിട്ട് നമ്മൾ 1.365 ഇൻറ്റു 1.382 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 1.886 കിട്ടും. ഇൻറ്റു 100 ചെയ്യാം. നമുക്ക് റൂട്ട് കളയുമ്പോൾ എന്ത് ചെയ്യാം? റൂട്ട് 1.886ൻ്റെ റൂട്ട് കാണുമ്പോൾ 1.373 കിട്ടും. 1.373 ഇൻറ്റു 100 137.3 കിട്ടും. ഇതാണ് നമ്മുടെ എന്ത് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമുക്ക് ഈ ഇൻഡെക്സ് നമ്പർ എന്താ കണ്ടുപിടിക്കുന്നത്? ഇനി ടൈം റിവേഴ്സ് ടെസ്റ്റിലും അതുപോലെ തന്നെ ഫാക്ടർ റിവേഴ്സ് ടെസ്റ്റിലും സാറ്റിസ്ഫൈ ചെയ്യേണ്ടതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ടൈം റിവേഴ്സ് ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ? P01 ഇൻറ്റു P10 = 1 ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ആദ്യം നമ്മുടെ P01 എന്താ? റൂട്ട് ഓഫ് 5650 ഡിവൈഡ് ബൈ 4160 ഇൻറ്റു 6360 ഡിവൈഡ് ബൈ 4600. അതാണ് നമ്മുടെ P01. അത് കഴിഞ്ഞ് നമ്മുടെ P10 എന്താ? P10 എന്ന് പറയുമ്പോൾ നമ്മുടെ ഐറ്റംസ് ഇൻ്റർചേഞ്ച് കൊടുക്കുക. അതായത് സിഗ്മ Q1 P0 ഡിവൈഡ് ബൈ സിഗ്മ Q1 P1 ഇൻറ്റു സിഗ്മ Q0 P0 ഡിവൈഡ് ബൈ സിഗ്മ Q0 P1. എന്നാൽ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ റൂട്ട് ഓഫ് അതിൻ്റെ റൂട്ട് നമുക്ക് എന്നിട്ട് കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്യുക? നേരെയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക P10ലേക്ക്. അപ്പോൾ റൂട്ട് ഓഫ് 4600 ഡിവൈഡ് ബൈ 6360 ഇൻറ്റു 4160 ഡിവൈഡ് ബൈ 5680 കിട്ടും. എന്ത് ചെയ്യുക? P01 ഇൻറ്റു P10 കാണുക. നമ്മളെന്നിട്ട് 4 എണ്ണത്തിനെ ഒരുമിച്ച് റൂട്ടിനുള്ളിൽ കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ എന്തായി? മുകളിലും താഴെ 5650 വരുന്നുണ്ട്, കട്ട് ചെയ്ത് കളയുക. അപ്പോൾ മുകളിലും താഴെയും 6360 വരുന്നുണ്ട്, കട്ട് ചെയ്ത് കളയുക. 4600 താഴെയും വരുന്നുണ്ട്, മുകളിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ കട്ട് ചെയ്ത് കളയുക. 4160 താഴെയും വരുന്നുണ്ട്, മുകളിൽ വരുന്നുണ്ട്, അതുപോലെ കട്ട് ചെയ്ത് കളയുക. ബാക്കി എന്ത് കിട്ടി? നമുക്ക് റൂട്ട് 1 കിട്ടി അല്ലേ? റൂട്ടിനുള്ളിൽ 1 മാത്രമേ. അപ്പോൾ റൂട്ട് 1 എന്ന് വെച്ചാൽ എന്താ? 1 ആണ് ഉത്തരം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ടൈം റിവേഴ്സ് ടെസ്റ്റ് സാറ്റിസ്ഫൈഡ് ഇൻ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ കൊടുക്കാം. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ടൈം റിവേഴ്സ് ടെസ്റ്റ് സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഫാക്ടർ റിവേഴ്സ് ടെസ്റ്റിലും കൂടി സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫാക്ടർ റിവേഴ്സ് ടെസ്റ്റ് എടുക്കുക. ഫാക്ടർ റിവേഴ്സ് ടെസ്റ്റ് എടുക്കുമ്പോൾ എന്ത് വരും? P01 ഇൻറ്റു Q01 ആണ്. P01 ഇൻറ്റു Q01 = സിഗ്മ Q1 P1 ഡിവൈഡ് ബൈ സിഗ്മ Q0 P0 കിട്ടണം. നമുക്ക് P10 നമുക്കറിയാം. നമ്മളതിൻ്റെ Q10 കാണാം. Q10 എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ Pയും Qയും, അതായത് നമ്മുടെ പ്രൈസും ക്വാണ്ടിറ്റി ഇൻ്റർചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ റൂട്ട് ഓഫ് സിഗ്മ P0 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു സിഗ്മ P1 ഡിവൈഡ് ബൈ സിഗ്മ P1 Q0 എന്ന് കിട്ടും. അതിന് നമ്മൾ നമ്മുടെ കിട്ടിയ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ റൂട്ട് ഓഫ് 4600 ഡിവൈഡ് ബൈ 4160 ഇൻറ്റു 6360 ഡിവൈഡ് ബൈ 5650 കിട്ടും. ഓക്കെ, അതിൻ്റെ P01 ഇൻറ്റു Q01 ചെയ്യുക. നമ്മൾ 4 എണ്ണത്തിൽ ഒരുമിച്ച് റൂട്ടിനുള്ള എഴുതാം. റൂട്ട് ഓഫ് 5650 ഡിവൈഡ് ബൈ 4160 ഇൻറ്റു 6360 ഡിവൈഡ് ബൈ 4600 ഇൻറ്റു 4600 ഡിവൈഡ് ബൈ 4160 ഇൻറ്റു 6360 ഡിവൈഡ് ബൈ 5650 കിട്ടി. ഇവിടെ എന്തൊക്കെ ഒരു പോലെ വരും? താഴെ മോളിയും
5650 താഴെ മുകളിലും വരുന്നത്. അപ്പോൾ അത് കട്ടി കളയുക. അപ്പോൾ തന്നെ 4600 താഴെ മുകളിൽ വരുന്നുണ്ട്, അതും കട്ടി കളയാം. ബാക്കി എന്താ ഉള്ളത്? മുകളിൽ 2 6360 ഉണ്ട്, അതുപോലെ താഴെ 2 4160 ഉണ്ട്. നമുക്കത് എങ്ങനെ എടുത്ത് എഴുതാം? √6360 സ്ക്വയർ ഡിവൈഡ് ബൈ 4160 സ്ക്വയർ എന്ന് എഴുതാം. റൂട്ട് ആയതുകൊണ്ട് തന്നെ റൂട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് കിട്ടും? 6360 സ്ക്വയർ പോവും. അപ്പോൾ സ്ക്വയർ പോകുമ്പോൾ 6360 ഡിവൈഡ് ബൈ 4160 കിട്ടും. നമ്മൾ 6360 പറയുന്നത് എന്താ? സിഗ്മ Q1 P1 ആണ്. 4160 പറയുന്നത് സിഗ്മ Q0 P0 ആണ്. അപ്പോൾ നമ്മുടെ എന്തുണ്ടായി? P01 ഇൻറ്റു Q01 ഈക്വൽ ടു സിഗ്മ Q1 P1 ഡിവൈഡ് ബൈ സിഗ്മ Q0 P0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാക്ടർ റിവേഴ്സ് ടെസ്റ്റിൻ്റെ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായി? ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഫാക്ടർ റിവേഴ്സ് ടെസ്റ്റിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്താ വരുന്നത്? നമ്മുടെ ടൈം റിവേഴ്സ് ടെസ്റ്റിലായാലും അതുപോലെ തന്നെ ഫാക്ടർ റിവേഴ്സ് ടെസ്റ്റിലായാലും നമ്മുടെ ലാസ്റ്റ് സ്പേസ് മെത്തേഡും പാസ്റ്റൻസ് മെത്തേഡും ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ആകെ സാറ്റിസ്ഫൈഡ് ആവുന്നത് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാ ചോദ്യങ്ങളും വരിക ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കാനും അതുപോലെ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിക്കാനായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ നമ്മൾ പാസ്റ്റേഴ്സും അതുപോലെ തന്നെ ലാസ്റ്റ് സ്പേസും ചോദിക്കുകയാണെങ്കിൽ തന്നെ എന്താ വരിക? അതിൻ്റെ ഉത്തരം വരിക അത് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല എന്ന് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കണക്ക് ചെയ്യാനായിട്ട് അപ്പോൾ പാസ്റ്റേഴ്സും ലാസ്റ്റ് സ്പേസും ചോദിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. പക്ഷേ ഫിഷേഴ്സ് എന്തായിരിക്കും? സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമ്മുടെ ടൈം റിവേഴ്സ് ടെസ്റ്റിലും അതുപോലെ തന്നെ ഫാക്ടർ റിവേഴ്സ് ടെസ്റ്റിലും രണ്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ അടുത്ത സെക്ഷനാണ് ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ. അപ്പോൾ എന്താ ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് കറണ്ട് ഇയർ ലിങ്ക് റിലേറ്റീവ് ആൻഡ് പ്രൊസീഡിങ് ഇയർ ചെയിൻ ഇൻഡെക്സ് ഡിവൈഡ് ബൈ 100. നമുക്ക് ഇത് എക്സ്ട്രാ കണ്ടുപിടിക്കേണ്ടത് കറണ്ട് ഇയർ ലിങ്ക് റിലേറ്റീവ് ആണ്. അങ്ങനെ നമ്മൾ ചെയിൻ ബേസ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് അടുത്ത ചെയിൻ ബേസ് ഇൻഡെക്സ് കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ മുൻപ് കണ്ടുപിടിച്ച ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്മളിവിടെ പ്രൊസീഡിങ് ഇയർ ചെയിൻ ബേസ് ഇൻഡെക്സിൽ കൊടുക്കുക, ഡിവൈഡ് ബൈ 100 ചെയ്യുക. അങ്ങനെ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? അതിൽ ചെയിൻ ബേസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഫിക്സഡ് ബേസ് ഇൻഡെക്സ് ആണ്. അതുപോലെ തന്നെ കറണ്ട് ഇയർ ലിങ്ക് റേറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മുടെ പ്രൊസീഡിങ് ഇയർ ചെയിൻ ബേസ് ഇൻഡെക്സ് ഇൻറ്റു ചെയ്തിട്ട് ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പർ കിട്ടും. ക്വസ്റ്റ്യൻ നോക്കാം. കൺസ്ട്രക്ട് എ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് ആൻഡ് ചെയിൻ ബേസ് ഇൻഡെക്സ് നമ്പേഴ്സ് ഫ്രം ദ ഫോളോയിങ് ഡാറ്റ റേറ്റിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഇയർ തന്നിട്ട് പ്രൊഡക്ഷൻ വന്നിട്ട് ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഇയർ തന്നിട്ടുണ്ട്? 1981 തൊട്ടിട്ട് 1982 വരെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഇയറിലെയും പ്രൊഡക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? ഫിക്സഡ് ബേസ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ചെയിൻ ബേസ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. ചെയിൻ ബേസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണ്ടത്? ലിങ്ക് റിലേറ്റീവ് വേണം. ഓക്കെ, എന്നാൽ നമുക്ക് ചെയിൻ ബേസ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. നമുക്ക് അപ്പോൾ ആദ്യം എന്തൊക്കെ കണ്ടുപിടിക്കണം? നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഫിക്സഡ് ബേസ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് ചെയിൻ ബേസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാനുള്ള ലിങ്ക് റിലേറ്റീവ് കണ്ടുപിടിക്കണം, പിന്നെ ചെയിൻ ബേസ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ആദ്യം അപ്പോൾ ഫിക്സഡ് ബേസ് ഇൻഡെക്സിനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ക്വാണ്ടിറ്റീസ് ഓഫ് എ പ്രൊഡക്ഷൻ ഗിവൻ ഫോർ 80 years. ദ പ്രൊഡക്ഷൻ ഓഫ് എവറി ഇയർ ഈസ് ഡിവൈഡ് ബൈ ദാറ്റ് ഓഫ് 1981. 25 ആയിട്ട് ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 100 ടു ഗെറ്റ് എ ഫിക്സഡ് ബേസ് ഇൻഡെക്സ്. നോക്കാം, നമുക്കിപ്പോൾ 1981 തൊട്ടിട്ട് 88 വരെയുള്ള ഇയർ തന്നിട്ടുണ്ട്. അതിൽ 1981 നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ ഈ 1981 എന്നുള്ളത് എന്ത് ചെയ്യുക? ഫിക്സഡ് ബേസ് ആയിട്ട് എടുക്കുക. നമ്മുടെ സ്ഥിരം കറണ്ട് ബേസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ഈ ബേസ് 25 പ്രൊഡക്ഷൻ കറണ്ട് 1981 പ്രൊഡക്ഷൻ ആയിട്ടുള്ള 25 നമ്മൾ ബേസ് ആയിട്ട് വയ്ക്കുക. എന്നിട്ട് ഈ 25 നമ്മൾ എന്ത് ചെയ്യാം? ഓരോ ഇയറിലെയും പ്രൊഡക്ഷനായിട്ട് ഡിവൈഡ് ബൈ 25 ചെയ്യുക, ഇൻറ്റു 100 ചെയ്യാം. ഇപ്പോൾ 27 ഡിവൈഡ് ബൈ 25 ഇൻറ്റു 100 ചെയ്യുക, അതുപോലെ 30 ഡിവൈഡ് ബൈ 25 ഇൻറ്റു 100 ചെയ്യുക, 24 ഡിവൈഡ് ബൈ 25 ഇൻറ്റു 100 ചെയ്യുക. അങ്ങനെ ഓരോ ഇയറിലെയും പ്രൊഡക്ഷനെ ബൈ 25 ബേസ് ഇയർ എടുത്തിട്ട് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫിക്സഡ് ബേസ് ഇൻഡെക്സ് കിട്ടും. ഓക്കെ, ഇനി എങ്ങനെ ലിങ്ക് റേറ്റ് കണ്ടുപിടിക്കുക? ലിങ്ക് റേറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം എവറി ഇയർ ഡിവൈഡ് ബൈ ദാറ്റ് പ്രൊസീഡ് ചെയ്യുന്ന നമ്മുടെ മുൻപത്തെ ഇയറിലെ എടുക്കുക. മുൻപത്തെ ഇയറിലെ ഫിക്സഡ് ബേസ് എടുത്തിട്ട് ഫിക്സഡ് ബേസ് ഡിവൈഡ് ബൈ മുമ്പത്തെ ഇയറിലെ ലിങ്ക് റിലേറ്റീവ് ഇൻറ്റു 100. അതാണ് നമ്മുടെ ലിങ്ക് റിലേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒന്നിനും പറയാം, കറണ്ട് ഇയർ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് ഡിവൈഡ് ബൈ പ്രിസീഡിങ് ഇയർ ലിങ്ക് റിലേറ്റീവ് ഇൻറ്റു 100. അതാണ് നമ്മുടെ ലിങ്ക് റിലേറ്റീവിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്നുള്ള ഫസ്റ്റ് നമ്മൾ എടുത്ത് എഴുതാം. അപ്പോൾ നമ്മുടെ ഇയർ എഴുതി 1981 മുതൽ 88 വരെ എഴുതി. നമ്മൾ അടുത്തതിൽ പ്രൊഡക്ഷൻ എഴുതി 25, 27, 30, 24, 28, 29, 31, 35 അങ്ങനെ എഴുതി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് കാണാം. ഫിക്സഡ് ബേസ് ഇൻഡെക്സ് കാണുമ്പോൾ എങ്ങനെയാണ്? ആദ്യത്തെ നമ്മൾ 1981 25 നമ്മൾ ഫിക്സഡ് ബേസൊക്കെ എടുത്തിട്ട് എല്ലാത്തിൻ്റെ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് കാണാം. അപ്പോൾ എന്താ വെച്ചാൽ വർഷത്തിൽ 25 ബൈ 25 100 കിട്ടി. രണ്ടാമത്തെ 27 ബൈ 25 100 180 കിട്ടി. അടുത്തത് 30 ബൈ 25 100 120 കിട്ടി. അങ്ങനെ ഓരോ ഇയറിലെയും നമ്മൾ കാണാം 25 ബേസൊക്കെ എടുത്തിട്ട്.
ഇനി അടുത്തത് ലിങ്ക് റിലേറ്റീവ് ആണ്. ലിങ്ക് റിലേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ഇയർ ഫിക്സഡ് ബേസ് ഡിവൈഡ് ബൈ പ്രീവിയസ് ഇയർ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് ഇൻറ്റു 100. അപ്പോൾ 100/100 ഇൻറ്റു 100 100 വരും. രണ്ടാമത്തിൽ നമ്മുടെ ഫിക്സഡ് ബേസ് വരെ 108 108 ഡിവൈഡ് ബൈ പ്രീവിയസ് ഫിക്സഡ് ബേസ് 100 ഇൻറ്റു 100 108 കിട്ടി. ഇനി അടുത്തതിൽ 83 നമ്മുടെ കറണ്ട് ഇയർ ഫിക്സഡ് ബേസ് ഇൻഡെക്സ് 180 120 ഡിവൈഡ് ബൈ പ്രീവിയസ് ഇയർ FB എന്ന് പറയുന്നത് 108 ഇൻറ്റു 100 111 നമ്മുടെ 84 കറണ്ട് ഇയർ FB എന്ന് പറയുന്നത് 96 96 ഡിവൈഡ് ബൈ പ്രീവിയസ് ഇയർ FB എന്ന് പറയുന്നത് 120 ഇൻറ്റു 100 80 കിട്ടി. ഇനി അടുത്തതിൽ നമ്മുടെ 85 കറണ്ട് ഇയർ FB എന്ന് പറയുന്നത് 112 ഡിവൈഡ് ബൈ പ്രീവിയസ് ഇയർ FB എന്ന് പറയുന്നത് 96 ഇൻറ്റു 100 116.67 കിട്ടി. അങ്ങനെ നമ്മൾ ഓരോ ഇയറിലെയും എല്ലാവരും കാണാം. അങ്ങനെ ലിങ്ക് റേറ്റ് കണ്ടുപിടിച്ചു. ലിങ്ക് റേറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ചെയിൻ ബേസ് ഇൻഡെക്സ് ഇക്വേഷൻ എന്താ, കറണ്ട് ഇയർ ലിങ്ക് റേറ്റീവ് കറണ്ട് ഇയർ ലിങ്ക് റേറ്റീവ് ഡിവൈഡ് ബൈ കറണ്ട് ഇയർ ലിങ്ക് റേറ്റീവ് ഇൻറ്റു പ്രീവിയസ് ഇയർ ചെയിൻ ബേസ് ഇൻഡെക്സ് ഡിവൈഡ് ബൈ 100 ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കേസിൽ 100 നമ്മുടെ കറണ്ട് ഇയർ ലിങ്ക് റേറ്റീവ് ഇൻറ്റു പ്രീവിയസ് ഇയർ 100 തന്നെ ഡിവൈഡ് ബൈ 100 ഇൻറ്റു 100 കിട്ടി. ഇനി അടുത്ത് നമ്മുടെ 82 നമ്മുടെ കറണ്ട് ഇയർ ലിങ്ക് റേറ്റീവ് എന്ന് പറയുന്നത് 108 ഇൻറ്റു പ്രീവിയസ് ഇയർ ചെയിൻ ബേസ് ഇൻഡെക്സ് 100 ഡിവൈഡ് ബൈ 100 108 കിട്ടി. ഇനി 83 നമ്മുടെ കറണ്ട് ഇയർ ലിങ്ക് റേറ്റീവ് പറയുന്നത് 111.1 ഇൻറ്റു പ്രീവിയസ് ഇയർ ചെയിൻ ബേസ് ഇൻഡെക്സ് 108 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 120 കിട്ടി അല്ലേ. ഇനി അടുത്ത് നമ്മുടെ 84 നമ്മുടെ ലിങ്ക് റേറ്റീവ് പറയുന്നത് 80 ഇൻറ്റു പ്രീവിയസ് ഇയർ ചെയിൻ ബേസ് ഇൻഡെക്സ് 120 ഡിവൈഡ് ബൈ 100 96 കിട്ടി. ഇനി അടുത്ത 85 നമ്മുടെ കറണ്ട് ഇയർ ലിങ്ക് റേറ്റീവ് പറയുന്നത് 116.67 ഇൻറ്റു നമ്മുടെ പ്രീവിയസ് ഇയർ ചെയിൻ ബേസ് ഇൻഡെക്സ് എത്രയാണ് 96 ഡിവൈഡ് ബൈ 100 ഈസിക്കൽ ടു 112.00. ഇങ്ങനെ നമുക്ക് ഓരോ ഇയറിലെയും ചെയിൻ ബേസ് ഇൻഡെക്സ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്ക് എന്തൊക്കെ വേണം കണ്ടുപിടിക്കാനായിട്ട്, ഒന്ന് ഫസ്റ്റ് നമുക്ക് ഫിക്സഡ് ബേസ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക, പിന്നെ ലിങ്ക് റേറ്റീവ് കണ്ടുപിടിക്കാം. ലിങ്ക് റേറ്റീവ് നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഇക്വേഷനിൽ കൊടുത്തിട്ട് നമ്മുടെ ചെയിൻ ബേസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ചെയിൻ ബേസ് ഇൻഡെക്സിൻ്റെ എക്സാമ്പിളും അതിൻ്റെ ആൻസേഴ്സ് വരുന്നത്. അടുത്ത നമ്മൾ ഡീഫ്ലേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അധികം ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഒന്ന് നോക്കി പോകാം തിയറി ബേസ് ആയിട്ട്. അപ്പോൾ ഡീഫ്ലേറ്റിംഗ് മീൻസ് റിമൂവിങ് ദ എഫക്റ്റ് ഓഫ് പ്രൈസ് ചേഞ്ചസ് ഫ്രം ദ സംതിങ് അണ്ടർ കൺസിഡറേഷൻ. നമ്മൾ എടുത്തിട്ടുള്ള സ്റ്റഡിയിലെ പ്രൈസ് ചേഞ്ചസ് നമ്മൾ റിമൂവ് ചെയ്യാനാണ് ഡീഫ്ലേറ്റിംഗ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് it is observed in the light of constant price to conclude whether it has increase or decrease. നമ്മുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ എന്നുള്ള ആ ചേഞ്ചിനെ നമ്മൾ മാറ്റി നിർത്തുകയാണ് നമ്മൾ ഡീഫ്ലേറ്റ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ എവിടെയൊക്കെ ഡീഫ്ലേറ്റ് ചെയ്യുക, മണിയുടെ കേസിൽ ചെയ്യും, വേജസ്, പ്രൈസ്, കോസ്റ്റ് ഓഫ് ലിവിങ്, അങ്ങനെ കുറേ ഇൻഡെക്സ് നമ്പേഴ്സ് നമുക്കുണ്ട്. ഓക്കെ, ഞാൻ ഡീഫ്ലേറ്റർ വാല്യൂ ആണ് പിടിക്കാം. ഡീഫ്ലേറ്റർ വാല്യൂ ഈക്വൽ ടു കറണ്ട് വാല്യൂ ഡിവൈഡ് ബൈ ഡീഫ്ലേറ്റർ ഇൻറ്റു 100 ആണ് നമ്മുടെ ഡീഫ്ലേറ്റർ വാല്യൂ എന്ന് പറയുന്നത്. കറണ്ട് വാല്യൂ ഡിവൈഡ് ബൈ ഡീഫ്ലേറ്റർ ഇൻറ്റു 100. ഓക്കെ, ഇനി നമ്മുടെ റിയൽ വേജിൻ്റെ കാര്യത്തിലേക്ക് ഡീഫ്ലേറ്റ് വരുമ്പോൾ എങ്ങനെ ഇത് കാണുക, മണി വേജ് ഡിവൈഡ് ബൈ പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു 100. മണി വേജ് ഡിവൈഡ് ബൈ പ്രൈസ് ഇൻഡെക്സ് ഇൻറ്റു 100 ആണ് നമ്മുടെ എന്ത് റിയൽ വേജസ് ഡീഫ്ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് റിയൽ വേജ് കാൽക്കുലേറ്റഡ് ആസ് അബവ് കുഡ് ബി കൺവേർട്ടഡ് ഇൻറ്റു റിയൽ വേജ് ഇൻഡെക്സ് നമ്പർ. ഇനി അത് റിയൽ വേജ് ഇൻഡെക്സ് നമ്പറിലേക്ക് മാറ്റം ചെയ്യണം. റിയൽ വേജ് ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു റിയൽ വേജ് ഓഫ് കറണ്ട് ഇയർ ഡിവൈഡ് ബൈ റിയൽ വേജ് ഓഫ് ബേസ് ഇയർ ഇൻറ്റു 100. അങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, റിയൽ വേജ് ഇൻഡെക്സ് നമ്പർ കിട്ടും. ഇനി പർച്ചേസിംഗ് പവർ ഓഫ് 1 rupee അതിനാണ് 100 ഡിവൈഡ് ബൈ പ്രൈസ് ഇൻഡെക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പർച്ചേസിംഗ് പവർ ഓഫ് 1 rupee കിട്ടും. ഇനി റിയൽ വേജ് ഈസ് ഈക്വൽ ടു മണി വേജ്. റിയൽ വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണി വേജ് ഇൻറ്റു പർച്ചേസിംഗ് പവർ ഓഫ് 1 rupee. അതാണ് റിയൽ വേജ് വെച്ചാൽ റിയൽ വേജ് ഈസ് ഈക്വൽ ടു മണി വേജ് ഇൻറ്റു പർച്ചേസിംഗ് പവർ ഓഫ് 1 rupee. ഓക്കെ, നമുക്ക് അടുത്തായിട്ടുള്ള മെയിനായിട്ടൊരു സെക്ഷനിലേക്ക് പോകാം, ബേസ് ഷിഫ്റ്റിംഗ്. അപ്പോൾ വെൻ സം ഇൻഡെക്സ് നമ്പേഴ്സ് ആർ കാൽക്കുലേറ്റഡ് ഇയർ ആൻഡ് ഇയർ ഫോർ സർട്ടൻ പർപ്പസ് ദ ബേസ് need not to be remain unchanged forever. The base have to be shifted periodically to enhance the utility of indices. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് നമ്പർ കാണാൻ വെച്ചാൽ നമ്മൾ കുറേ സമയത്തേക്ക് നമ്മൾ ബേസ് നമ്മൾ അതേപോലെ തന്നെ എടുത്തിട്ട് കാണും. പക്ഷേ നമ്മുടെ ആ വാല്യൂ ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ വാല്യൂ എൻഹാൻസ് ചെയ്യേണ്ടത് എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബേസ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പീരിയോഡിക്കലി നമ്മുടെ ബേസ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ യൂട്ടിലിറ്റി നമുക്ക് അവിടെ ഇൻഡിസസിൻ്റെ യൂട്ടിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവിടെയാണ് അതുകൊണ്ടാണ് നമ്മൾ ബേസ് ഷിഫ്റ്റിംഗ് യൂസ് ചെയ്യണത്. അപ്പോൾ എങ്ങനെ നമുക്ക് ബേസ് ഷിഫ്റ്റിംഗ് യൂസ് ചെയ്യാം, അതിനൊരു ഇക്വേഷൻ ഉണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ന്യൂ ബേസിന് വേണ്ടിയിട്ടുള്ള ഇൻഡെക്സ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡെക്സ് നമ്പർ ഓഫ് ദ ഓൾഡ് ബേസ് ഡിവൈഡ് ബൈ ഓൾഡ് ഇൻഡെക്സ് നമ്പർ ഓഫ് ദ ന്യൂ ബേസ് ഇയർ ഇൻറ്റു 100. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇൻഡെക്സ് നമ്പർ ഓൺ ഓൾഡ് ബേസിലെ ഇൻഡെക്സ് നമ്പർ ഡിവൈഡ് ബൈ ഓൾഡ് ഇൻഡെക്സ് നമ്പർ ഓഫ് ദ ന്യൂ ബേസ് ഇയർ
ഇൻറ്റു 100 അതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. അപ്പോൾ നോക്കുക, എക്സാമ്പിൾ ഷിഫ്റ്റ് ദ ബേസ് ഓഫ് ദ ഫോളോയിങ് ഇൻഡിസസ് ഫ്രം 1971 to 1974. നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന ഇയർ 97 തൊട്ടിട്ട് 1976 വരെയുള്ള ഇയർ കൊടുത്തിട്ടുണ്ട്, ഇൻഡെക്സ് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഡെക്സ് നമ്പർ എന്താ നമ്മുടെ ബേസ് ഇയർ ഇവിടെ കൊടുത്തിരിക്കുന്നത് 97 ആണ്. 1971 നമ്മുടെ ബേസ് ഇയർ എടുത്തിരിക്കുന്നത്. അതായത് 100 ബേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇയറിലെല്ലാം ഇൻഡെക്സ് നമ്പർ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, നമ്മുടെ 1971 ബേസ് ഇയർ നമുക്ക് 1974 ബേസ് ഇയർ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യണം. ഇതാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഷിഫ്റ്റ് ദ ബേസ് ഇയർ ഫ്രം ദ ഫോളോയിങ് ഇൻഡിസസ് ഫ്രം 1971 to 1974 അല്ലേ. അപ്പോൾ നമുക്ക് 97 ഇൻഡിസസ് നമുക്ക് തന്നിട്ടുണ്ട്, ഇൻഡെക്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ ഷിഫ്റ്റ് ചെയ്യാതെ ബേസ് 1974 ഷിഫ്റ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ അത് ഇയേഴ്സ് എടുത്ത് എഴുതി 1971 തൊട്ടിട്ട് 76 വരെ എഴുതി. ഇൻഡെക്സ് നമ്പർ എഴുതി റെസ്പെക്റ്റീവ്ലി 100, 105, 110, 125, 120, 150 അങ്ങനെ നമ്മൾ ഓരോ ഇയറിലെയും ഇൻഡെക്സ് നമ്പർ എഴുതി. ഈ ഇൻഡെക്സ് നമ്പറൊക്കെ എന്താ നമ്മുടെ 1971 100 എന്ന് പറഞ്ഞ ഇൻഡെക്സ് നമ്പർ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡെക്സ് നമ്പേഴ്സാണ് ഇതെല്ലാതും. ഓക്കെ, അപ്പോൾ അതൊന്നുകൂടി കാണിക്കാൻ വേണ്ടിയാണ് അപ്പുറത്തെ കോളത്തിൽ ഞാൻ ഇൻഡെക്സ് നമ്പർ ബേസ് ഓൺ 1971 എഴുതിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് 1971 ഇൻഡെക്സ് നമ്പർ ബേസ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 100 വെച്ചിട്ട് ബേസ് വെച്ചിട്ട് ഓരോ ഇൻഡെക്സ് നമ്പർ കാണുക. 100/100 × 100 100. അപ്പോൾ 100/105/100 × 100 105. നമുക്ക് ഓരോ ഇയറിലെയും ഇൻഡെക്സ് നമ്പർ നമ്മൾ അങ്ങനെയാണ് കണ്ടുപിടിച്ചത്. 1971 ബേസ് 100 വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ, നമ്മൾ നേരെ എന്താ ചെയ്യുന്നത്, നമ്മൾ എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്, 1971 ബേസ് ഇയർ നമ്മളെന്ത് എഴുതിലേക്ക് മാറ്റാം, 1974 മാറ്റാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1974 ഇൻഡെക്സ് നമ്പർ എത്രയാണ്, 125 ആണ്. അപ്പോൾ നമ്മുടെ അടുത്ത ഇത് നമ്മൾ കാണുമ്പോൾ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് 125 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓൾഡ് ബേസ് ഇൻഡെക്സ് നമ്പർ എത്രയാണ്, 100 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പറയുന്നത് ഓൾഡ് ബേസ് ഇൻഡെക്സ് നമ്പർ ഡിവൈഡ് ബൈ ഇൻഡെക്സ് നമ്പർ ഓൺ ദ ന്യൂ ബേസ് അല്ലേ. അപ്പോൾ നമ്മുടെ ഓൾഡ് ബേസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 100 ആണ് ഡിവൈഡ് ബൈ നമ്മുടെ ന്യൂ ഇൻഡെക്സ് നമ്പർ എത്രയാണ്, ന്യൂ ഇൻഡെക്സിൻ്റെ ബേസ് എത്രയാണ്, 125 ആണ്. 100/125 × 100 80 ആണ്. ആ 125 അങ്ങനെ വന്ന് മനസ്സിലായി. നമ്മുടെ 1974 ബേസ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 1974 ഇൻഡെക്സ് നമ്പർ 125 ആണ്. 125 നമ്മൾ എന്തായിട്ട് എടുക്കുക, ബേസ് ആയിട്ട് എടുക്കുക. നമ്മൾ എല്ലാത്തിൻ്റെ ഇൻഡെക്സ് നമ്പറിൻ്റെ ഒന്നുകൂടി കാണുക. അപ്പോൾ നമുക്ക് 1974 ഇൻഡെക്സ് നമ്പർ കിട്ടും. എന്താ പറയുക, എന്താ ബേസ് ഇയർ 1974 ആക്കിയത് ഇൻഡെക്സ് നമ്പർ പറയുന്നത്. അപ്പോൾ 1970 ഇയേഴ്സ് പറയുമ്പോൾ 100/125 × 100 80 കിട്ടും. 72 ഇയേഴ്സ് പറയുമ്പോൾ 105 ഡിവൈഡ് ബൈ 125 × 100 84 കിട്ടും. ഇനി അടുത്ത് 73 വരുമ്പോൾ നമ്മുടെ കറണ്ട് ഇൻഡെക്സ് നമ്പർ ഓൾഡ് ഇൻഡെക്സ് നമ്പർ 110 ആണ് ഡിവൈഡ് ബൈ ന്യൂ ബേസിലെ ഇൻഡെക്സ് നമ്പർ 125 ആണ് × 100 88. ഓക്കെ, നമ്മൾ ഓരോ ഇയറിലെയും ഇൻഡെക്സ് നമ്പർ 125 ബേസ് ആക്കി എടുത്തിട്ട് 1971 ഇൻഡെക്സ് നമ്പർ 74 ഇൻഡെക്സ് നമ്പർ 125 ബേസ് ആക്കി എടുത്തിട്ട് ഇൻഡെക്സ് നമ്പർ കാണുമ്പോൾ ആ പുതിയ ഇൻഡെക്സ് നമ്പർ കിട്ടില്ല നമുക്ക്. ആ ഇൻഡെക്സ് നമ്പർ നമ്മുടെ 1974 ബേസ് ആയിട്ടുള്ള ഇൻഡെക്സ് നമ്പർ. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്തു, നമ്മുടെ ബേസ് 171 എന്ന് നമ്മൾ എന്ത് ചെയ്തു 174 ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് ബേസ് ഷിഫ്റ്റിംഗ് ഇൻഡെക്സ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പർ നോക്കുക എങ്ങനെയാണ്. കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പർ ആൾസോ കോൾഡ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഓർ റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സെക്ഷൻസ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെയാണ് അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഓർ വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡ്. അപ്പോൾ വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡ് വരുമ്പോൾ എങ്ങനെയാണ്, കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പർ പറയുന്നത് σQ0P1 ഡിവൈഡ് ബൈ σQ0P0 × 100. നമ്മൾ നേരത്തെ ലാസ്പേഴ്സ് പാസ്റ്റേഴ്സ് ഒക്കെ പഠിച്ച പോലത്തെ ഒരു ഇക്വേഷൻ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മുടെ അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഓർ വെയ്റ്റഡ് അഗ്രിഗേറ്റ് മെത്തേഡിൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് പറയുന്നത് എത്രയാണ്, σQ0P1 ഡിവൈഡ് ബൈ σQ0P0 × 100. ഓക്കെ, നമ്മളെ ഫാമിലി ബഡ്ജറ്റ് മെത്തേഡ് ഓർ വെയ്റ്റഡ് ആവറേജ് റേറ്റ് മെത്തേഡിലേക്ക് വരുമ്പോൾ എന്താ, കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് = σWP ഡിവൈഡ് ബൈ σW. നമ്മൾ നേരത്തെ നമ്മുടെ മുൻപത്തെ വെയ്റ്റഡ് മെത്തേഡ് പഠിച്ച അതേ ഇക്വേഷൻ. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. ഇത് വന്നിട്ട് കൺസ്ട്രക്ട് ദ കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പർ ഫോർ 1980 ടേക്കിംഗ് 1970 ആസ് ദ ബേസ് ഇയർ. 1980 കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താ, 1971 ബേസ് ഇയർ എടുത്തിട്ട് അപ്പോൾ നമുക്ക് എന്താ അഗ്രിഗേറ്റ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇയർ ആർട്ടിക്കിൾസ് തന്നിട്ടുണ്ട്, ബേസ് ഇയർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, പ്രൈസ് തന്നിട്ടുണ്ട്, അതുപോലെ ബേസ് ഇയർ 1980 ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, സോ അവിടെ ക്വാണ്ടിറ്റി 1980 കൊടുത്തിട്ടില്ലേ, അത് ക്വാണ്ടിറ്റി അല്ല, പ്രൈസാണ്. 1980 പ്രൈസ് പറഞ്ഞിരിക്കുന്നത്. നമുക്കപ്പോൾ ബേസ് ഇയർ ക്വാണ്ടിറ്റിയും ബേസ് ഇയർ ക്വാണ്ടിറ്റി ഫസ്റ്റ് തന്നിരിക്കുന്നത് 1979 പ്രൈസ് ഓഫ് 1979 എന്ന് പറയുന്നത് ബേസ് ഇയർ പ്രൈസാണ്. ഇപ്പുറത്ത് ഇവിടെ ക്വാണ്ടിറ്റി അല്ല കേട്ടോ, പ്രൈസാണ് അവിടെ തെറ്റ് ചെയ്തിരിക്കുന്നതാണ്. പ്രൈസ് ഓഫ് 1918 അതാണ് 6, 8, 9, 10, 1, 50 പറയുന്നത് നമ്മുടെ കറണ്ട് ഇയർ പ്രൈസാണ്, P1 ആണ്. ഓക്കെ.
നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് നമ്പർ നമ്മുടെ അഗ്രിഗേറ്റ് എക്സ്പീരിയൻസ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. അതിൻ്റെ ഇക്വേഷൻ പറയുന്നത് സിഗ്മ ക്യൂ സീറോ പി വൺ ഡിവൈഡ് ബൈ സിഗ്മ ക്യൂ സീറോ പി സീറോ ഇൻറ്റു 100 ആണ്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കണം? നമ്മൾക്ക് കറണ്ട് ഇയർ ബേസ് ഇയർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, ബേസ് ഇയർ പ്രൈസ് തന്നിട്ടുണ്ട്, കറണ്ട് ഇയർ പ്രൈസ് തന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ, അതായത് നമ്മൾക്ക് ക്യൂ സീറോ പി സീറോ പി വൺ ഒക്കെ തന്നിട്ടുണ്ട്. അത് നമ്മൾ എടുത്ത് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ക്യൂ സീറോ പി വൺ വേണം. ക്യൂ സീറോ ഇൻറ്റു പി വൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്യൂ സീറോ ഇൻറ്റു പി വൺ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ നമുക്ക് എന്ത് കിട്ടും? 156.60 കിട്ടും, 60 കിട്ടും. ഇനി അടുത്ത് നമുക്ക് ക്യൂ സീറോ പി സീറോ കാണാം. ക്യൂ സീറോ പി സീറോ നമുക്ക് ഓരോ ഇയറിൻ്റെയും ക്യൂ സീറോ പി സീറോ കണ്ടിട്ട് ഓരോരോ ഐറ്റത്തിൻ്റെയും ക്യൂ സീറോ പി സീറോ കാണാം, ടോട്ടൽ കാണാം. ടോട്ടൽ നമുക്ക് എന്ത് വരും? അപ്പോൾ 131.50 വരും. നമുക്കപ്പോൾ ഇക്വേഷനിലേക്ക് വേണ്ട രണ്ട് സാധനം കിട്ടി. സിഗ്മ ക്യൂ സീറോ പി വൺ കിട്ടി, അതുപോലെ സിഗ്മ ക്യൂ സീറോ പി സീറോയും കിട്ടി. നമ്മളത് നേരെ നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 156.60 ഡിവൈഡ് ബൈ 131.50 100 വരും. അപ്പോൾ 190.09 ആണ് നമ്മൾ എന്ത് വരിക? കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് ഗ്രേറ്റ് എക്സ്പീരിയൻസ് മെത്തേഡ് ചെയ്യുമ്പോൾ കിട്ടുക. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ദ ലിവിംഗ് ഇൻഡെക്സ് നമ്പർ ഓൺ ദ ഫോളോയിങ്. നമുക്കിവിടെ അത് വെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക? ഇപ്പോൾ അഗ്രിഗേറ്റ് ഏവറേജ് മെത്തേഡിൽ, രണ്ടാമത്തെ മെത്തേഡ് വെയിറ്റ് മെത്തേഡിൽ നമുക്ക് ചെയ്യേണ്ടത് അല്ലേ? നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എന്താ പറയുക? അപ്പോൾ സിഗ്മ ഡബ്ല്യു പി ഡിവൈഡ് ബൈ സിഗ്മ ഡബ്ല്യു ആണ് ഇക്വേഷൻ. നമുക്ക് ക്വസ്റ്റിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഐറ്റം തന്നിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ബേസ് ഇയർ പ്രൈസ് തന്നിട്ടുണ്ട്, കറണ്ട് ഇയർ പ്രൈസ് തന്നിട്ടുണ്ട്, അതായത് നമ്മുടെ പി സീറോയും പി വണ്ണും തന്നിട്ടുണ്ട്, പിന്നെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ തന്നിട്ടുള്ള ഐറ്റംസൊക്കെ ആദ്യം നമുക്ക് എടുത്ത് എഴുതാം. ഐറ്റംസ് എടുത്ത് എഴുതി. ഫുഡ്, ഫ്യൂല്, ക്ലോത്തിങ്, ഹൗസ് റെൻറ്റ് ആൻഡ് മിസ്ലേനിയസ്. അതിൻ്റെ പി സീറോ എടുത്ത് എഴുതി, പി വൺ എടുത്ത് എഴുതി. നമുക്ക് എന്താ വെയിറ്റ് എടുത്ത് എഴുതി. 41321 വെയിറ്റ് എടുത്ത് എഴുതി. വെയിറ്റിൻ്റെ ടോട്ടൽ കണ്ടു. അത് സിഗ്മ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താ? 11 ആണ്. ഓക്കെ, നമുക്ക് ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇക്വേഷനിലെ നമുക്ക് ഡബ്ല്യു കിട്ടി, സിഗ്മ ഡബ്ല്യു കിട്ടി. ഇനി സിഗ്മ ഡബ്ല്യുവിൻ്റെ പി കൊടുത്തിട്ടുണ്ട്. നമുക്ക് പി നമുക്ക് അറിയില്ല. പിയുടെ ഇക്വേഷൻ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. പിയുടെ ഇക്വേഷൻ പറയുന്നത് പി ഈസ് ഈക്വൽ ടു പി വൺ ബൈ പി സീറോ 100 ആണ്. നമ്മൾ ഓരോ ഇയറിലെയും പി കാണാം. ഇപ്പോൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫുഡിൻ്റെ കേസിൽ പി വൺ കറണ്ട് ഇയർ പ്രൈസ് ഡിവൈഡ് ബൈ ബേസ് ഇയർ പ്രൈസിന് 100. അപ്പോൾ 47 ഡിവൈഡ് ബൈ 39 100 120.51 വരും. അതുപോലെ അടുത്തതിൽ ഫ്യൂവലിൻ്റെ കേസിൽ 12/8 ഇൻറ്റു 100 150 വരും. അതുപോലെ അടുത്തതിൽ ക്ലോത്തിൻ്റെ കേസിൽ 18/40 ഇൻറ്റു 100 128.57 വരും. ഇങ്ങനെ ഓരോന്നിൻ്റെ ഐറ്റത്തിൻ്റെയും പി നമ്മൾ കാണാം. എന്നിട്ട് നമുക്ക് പിയും കിട്ടി, ഡബ്ല്യൂയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്താ കാണാം? ഡബ്ല്യു ഇൻറ്റു പി കാണണം. നമ്മൾ ഡബ്ല്യു ഇൻറ്റു പി കാണാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ കേസിൽ ഫുഡിൻ്റെ കേസിൽ കഴിച്ചെങ്കിൽ 4 ഇൻറ്റു 120 ചെയ്യാൻ നമുക്ക് 482 വരും. അപ്പോൾ നമുക്ക് ഡബ്ല്യു ഇൻറ്റു പി കിട്ടി. അടുത്ത കേസിൽ 150 ഇൻറ്റു 150 കിട്ടും. അങ്ങനെ ഓരോന്നിൻ്റെയും ഓരോ ഐറ്റത്തിൻ്റെയും നമ്മൾ ഡബ്ല്യു ഇൻറ്റു പി ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ ഡബ്ല്യു പി എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ 1387.75 ആയിരിക്കും നമ്മുടെ ടോട്ടൽ സിഗ്മ ഡബ്ല്യു പി എന്ന് പറയുന്നത്. നമുക്ക് ഇക്വേഷനിലേക്ക് ആവശ്യമുള്ള സിഗ്മ ഡബ്ല്യു പി കിട്ടി, സിഗ്മ ഡബ്ല്യു കിട്ടി. നമ്മൾ നേരെ നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. അപ്പോൾ സിഗ്മ ഡബ്ല്യു പി എന്ന് പറയുന്നത് 1387.75 ഡിവൈഡ് ബൈ 11 ആണ്. ഈക്വൽ ടു നമുക്ക് 126.16 കിട്ടി. ഇതാണ് നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിംഗിൻ്റെ ഇൻഡെക്സ് നമ്പേഴ്സ് വെയിറ്റ് വെച്ചിട്ടുള്ള കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് 126.16 ആണ്. നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിലെ അടുത്ത ചാപ്റ്ററാണ് ടൈം സീരീസ് അനാലിസിസ്. നമുക്കിവിടെ കുറച്ച് ഗ്രാഫൊക്കെ വരയ്ക്കാൻ വരുന്നുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ടൈം സീരീസ് ഡാറ്റ എന്താ പറയുക നോക്കാം. നമുക്ക് എ സെറ്റ് ഓഫ് വാല്യൂ ഓഫ് വേരിയബിൾസ് കളക്റ്റഡ് ആൻഡ് റെക്കോർഡ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ ഓർ ദ ഓഫ് ടൈം ഇൻ്റർവെൽസ്. നമ്മുടെ വേരിയബിൾസിൻ്റെ വാല്യൂവിന് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ റെക്കോർഡ് ചെയ്യുന്ന ഡാറ്റയാണ് എന്ത്? ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കത് എന്താ? ടൈമിൻ്റെ ഇൻ്റർവെൽസ് അനുസരിച്ചായിരിക്കും നമുക്ക് ആ ഡാറ്റ നമ്മൾ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ടൈം സീരീസ് ഡാറ്റ ഈസ് എ സെറ്റ് ഓഫ് വാല്യൂ ഓഫ് വേരിയബിൾസ് കളക്റ്റഡ് ആൻഡ് റെക്കോർഡ് ഇൻ ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ടൈം ഇൻ്റർവെൽസ്. ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതായിരിക്കും? ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ടൈം സീരീസ് ഡാറ്റ. ഓക്കെ, നമുക്ക് കുറച്ച് യൂട്ടിലിറ്റീസ് പറയുന്നുണ്ട് ടൈം സീരീസ് ഡാറ്റയുടെ. ഒന്നാമത്തേണ് ദ അനാലിസിസ് ഓഫ് ടൈം സീരീസ് ഹെൽപ്സ് ടു നോ ദ പാസ്റ്റ് കണ്ടീഷൻസ്. നമുക്ക് ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ പാസ്റ്റ് കണ്ടീഷൻസ് അനലൈസ് ചെയ്യാൻ സഹായിക്കും. അടുത്ത് പറയുന്നത് ഹെൽപ്സ് ടു അസസിങ് ദ പ്രസൻറ്റ് അച്ചീവ്മെൻറ്റ്സ്. പ്രസൻറ്റിൽ നമുക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റ്സ് അനലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അടുത്ത് ഇറ്റ് ഹെൽപ്സ് ടു പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ടൈം സീരീസ് ഡാറ്റ കൊണ്ട് കഴിയും. അടുത്ത് ഇപ്പോൾ പറയുന്നത് എന്താ? 3 ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനലൈസിങ് ദ പാസ്റ്റ് കണ്ടീഷൻസ് ആൻഡ് അസസിങ് ദ പ്രസൻറ്റ് കണ്ടീഷൻസ് ആൻഡ് പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ഇത് 3 നമുക്ക് എന്ത് അനലൈസ് ചെയ്യാൻ പറ്റും? ടൈം സീരീസ് ഡാറ്റ കൊണ്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു യൂട്ടിലിറ്റിയാണ് ഇറ്റ് എനേബിൾസ് ദ കമ്പാരിസൺ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഇനി അടുത്ത് ഇറ്റ് ഫോർ വയർനെസ്. ഇത് നമുക്ക് ഏതൊക്കെ ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെയൊക്കെ നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുള്ളത് ഒരു ധാരണ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കുറച്ച് 5 യൂട്ടിലിറ്റീസാണ് നമുക്ക് ഉള്ളത് ടൈം സീരീസ് അനാലിസിസിൻ്റെ.
ടൈം സീരീസ് ഡാറ്റയുടെ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഡ്രോ ദ ടൈം സീരീസ് ഗ്രാഫ് ഫോർ ദ ഫോളോയിങ് ഡാറ്റ, ആൾസോ ഡ്രോ ദ ട്രെൻഡ് ലൈൻ. നോക്കാം. ഇവിടെ നമുക്ക് എന്താ ഇയർ തന്നിട്ട് പ്രശ്നം വന്നിട്ട് ഇയർ നമുക്കിപ്പോൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് വരയ്ക്കണം. ഗ്രാഫ് ആയതുകൊണ്ട് നമ്മൾ എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് വരച്ചു. എക്സ് ആക്സിൽ എന്ത് കൊടുത്തു, അതായത് താഴെ എന്ത് കൊടുത്തു, ഇയർ മാർക്ക് ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ അതായത് വൈ ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്തു, പ്രൊഡക്ഷൻ മാർക്ക് ചെയ്തു. നമ്മളെന്ത് ചെയ്യുക, ഓരോ ഇയറിലെയും പ്രൊഡക്ഷൻ അനുസരിച്ച് നമ്മുടെ പോയിൻ്റ് മാർക്ക് ചെയ്യാം നമ്മുടെ ഗ്രാഫിൽ. അപ്പം 2001 80 മാർക്ക് ചെയ്യാം. അപ്പോൾ 2001 80 മാർക്ക് ചെയ്ത് നമ്മൾ ഫസ്റ്റത്തെ നമ്മുടെ പോയിൻ്റ് 80 മാർക്ക് ചെയ്തു. ആ 80 മാർക്ക് ചെയ്തെന്ന് ചെയ്യാം. ആ 80 എന്നുള്ള പോയിൻ്റ് നമ്മളൊരു ലൈൻ റൈറ്റിലേക്ക് എക്സ് ആക്സിസിനെ ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കാം. ഇതാണ് നമ്മളെന്ത് ഫോൾസ് ബേസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ഫോൾസ് ബേസ് ലൈനാണ് നമ്മൾ എന്ത് വരച്ചത്, 80 നമ്മൾ അങ്ങോട്ട് എക്സ് ആക്സിനെ ഹൊറിസോണ്ടലായിട്ട് വരച്ചത്. ഈ ബേസ് ലൈൻ നമ്മൾ എപ്പോഴും വരച്ചിരിക്കണം. ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ ടൈം സീരീസ് അനാലിസിസിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ ബേസ് ലൈൻ വരച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ബേസ് ലൈൻ വരച്ച് നമ്മൾ എന്ത് ചെയ്യുക, 0 to 80 എന്നാണ് നമ്മൾ ഒരു 6 ആക്ക് മാർക്ക് ചെയ്യാം. അതാണ് നമ്മുടെ ബേസ് ലൈൻ, ഫോൾസ് ബേസ് ലൈൻ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഇത് മാർക്ക് ചെയ്യണം കേട്ടോ, ഫോൾസ് ബേസ് ലൈൻ. എന്നിട്ട് നമ്മൾ 80 ഫസ്റ്റത്തെ 80 നമ്മൾ ഫോൾസ് ബേസ് ലൈൻ മാർക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, 2002 90 മാർക്ക് ചെയ്യാം, 3 92 മാർക്ക് ചെയ്യുക, 4 83 മാർക്ക് ചെയ്യാം, 5 94 മാർക്ക് ചെയ്യുക, 2006 99 മാർക്ക് ചെയ്യുക, 2007 92 മാർക്ക് ചെയ്യാം. നമ്മളിതൊക്കെ നമ്മൾ സ്കെയിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യാം, ഫ്ലോ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാം, ജോയിൻറ്റ് ചെയ്യാം ഈ പോയിൻറ്റ്സൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ടൈം സീരീസിന് ഗ്രാഫ് കിട്ടി. നമുക്ക് എന്ത് ട്രെൻഡ് ലൈൻ വരയ്ക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കിപ്പോൾ വേറെ ട്രെൻഡ് ഇപ്പോൾ നമ്മുടെ ഇത് സിമ്പിൾ മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ട്രെൻഡ് ലൈൻ വരയ്ക്കാം. കാരണം നമുക്ക് കറക്റ്റ് തന്നെ സെൻറ്റർ നോക്കിയിട്ട് ആ കൂടുതൽ നമുക്ക് ഇപ്പോൾ ഓരോ കറക്റ്റ് ആ ടൈം സീരീസ് ഗ്രാഫിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ മുകളിലേക്ക് പോകുന്ന രീതിയിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കാം. സാധാ സ്റ്റാൻഡേർഡ് മെത്തേഡ് അത്. ഓക്കെ. നമ്മളത് അതുപോലെ വരച്ച് കൊടുക്കുക. അത് നമ്മുടെ ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ 2 പോയിൻറ്റ്സും വേറെ നമ്മൾ കണ്ടുപിടിച്ച ശേഷം ആ പോയിൻറ്റ്സ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഇവിടെ നമുക്ക് സാധാ പോലെ ട്രെൻഡ് ലൈൻ വരച്ച് കൊടുത്താൽ മതി. നമുക്ക് അതെങ്ങനെ നോക്കാം. അടുത്ത ട്രെൻഡ് ലൈൻ വരയ്ക്കണത് ഒരു സിമ്പിൾ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെമി ആവറേജ് മെത്തേഡ് പഠിക്കാം. സെമി ആവറേജ് മെത്തേഡിൽ എങ്ങനെയാണ് ട്രെൻഡ് ലൈനും അതുപോലെ നമ്മുടെ ടൈം സീരീസ് ഗ്രാഫ് വരയ്ക്കാൻ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ട് ഇയർ തന്നിട്ട് 2002 മുതൽ 9 വരെ. നമുക്ക് ഓരോന്നിൻ്റെയും പ്രൊഡക്ഷൻ തന്നിട്ട് ടൺസിൽ 55 തൊട്ടിട്ട് 68 വരെ തന്നിട്ട്. നമുക്കിത് എങ്ങനെയാണ്, നമുക്കിവിടെ സിമ്പിൾ സെമി ആവറേജ് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമ്മുടെ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുക, 2 ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യാം. ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഈച്ച് പാർട്സ് ഓരോ പാർട്സിനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ടൈം സീരീസിൻ്റെ പോയിൻറ്റ്സ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഇത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ട്രെൻഡ് ലൈൻ കണ്ടുപിടിക്കണം. നമുക്കത് എങ്ങനെ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ടോട്ടൽ നമ്മുടെ ഡാറ്റ നമുക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുക. ടോട്ടൽ നമുക്ക് എത്ര ഇയർ ഉണ്ട്, 1 2 3 4 5 6 7 8 വർഷം 8 ഇയർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈക്വലായിട്ട് 4 4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈക്വലായിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാം. 2 തൊട്ടിട്ട് 2005 വരെ നമ്മളൊരു സെക്ഷനാക്കി. അപ്പോൾ 6 തൊട്ടിട്ട് 9 വരെ ഒരു സെക്ഷനാക്കി. നമ്മൾ ഈ 2 സെക്ഷനിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. നമ്മൾ എന്തിനു ചെയ്യാം, നമുക്ക് ഫസ്റ്റ് സെക്ഷൻ എടുക്കുക, 2002 തൊട്ടിട്ട് 5 വരെ ഒരു സെക്ഷൻ എടുക്കുക. അതിൻ്റെ ഓരോന്നിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ എത്ര ഉണ്ട്, 52 62 65 ആൻഡ് 58. ഈ 4 നമ്മുടെ ആദ്യത്തെ 4 ഇയറിലത്തെ പ്രൊഡക്ഷൻ. ഈ 4 ഇയറിലെ പ്രൊഡക്ഷൻ നമ്മൾ ആഡ് ചെയ്യാം, കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ നമ്മുടെ എണ്ണം എന്ന് പറയുന്നത് എത്ര, 4 ആണ് അല്ലേ. 8 ടോട്ടൽ 8 ആണ്. പക്ഷേ നമുക്ക് ഇതാ പകുതി എടുത്തത്. അതുപോലെ എന്ന് പറയുന്നത് 4 ആണ് അവിടെ. നമ്മൾ ആദ്യത്തെ 4 ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 4 ചെയ്യാം. നമ്മൾ ആദ്യത്തെ ഡിവൈഡ് നമുക്ക് 240 കിട്ടും, ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടും. ഓക്കെ. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് എന്ത് കിട്ടി, 60 ഇപ്പോൾ നമ്മൾ പോയിൻ്റ് കിട്ടി. രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരും, അതായത് 2006 തൊട്ടിട്ട് 9 വരെയുള്ള സെക്ഷൻ. അവിടേക്ക് വരുമ്പോൾ 65 72 75 68 അതാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ 4 നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ 65 72 75 68 നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 280 കിട്ടും. ഡിവൈഡ് ബൈ നമ്മുടെ എന്നെ എത്ര, 4 ആണ്. 4 ചെയ്ത് നമുക്കിപ്പോൾ 70 കിട്ടും. അപ്പോൾ നമുക്ക് 2 പോയിൻ്റ് കിട്ടി, 60 കിട്ടി, 70 കിട്ടി. ഈ 2 പോയിൻ്റ് എന്താണ് കണ്ടുപിടിച്ചാൽ അറിയാം. നമുക്ക് ഈ 2 പോയിൻ്റ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഓക്കെ. നമുക്കിപ്പോൾ ഗ്രാഫിലേക്ക് കിടക്കാം. അപ്പോൾ ഗ്രാഫിൽ നമ്മൾ സാധാ പോലെ എന്ത് ചെയ്യാം, നമ്മുടെ എക്സൈസ് വരയ്ക്കുക, വൈ എക്സ് വരയ്ക്കുക. എക്സൈസിൽ ഇയർ കൊടുക്കാം, വൈ എക്സിൽ പ്രൊഡക്ഷൻ കൊടുക്കാം. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫസ്റ്റത്തെ പോയിന്റ് മാർക്ക് ചെയ്യുക. 2002 55 മാർക്ക് ചെയ്തു. 50 മാർക്ക് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ തന്നെ എന്ത് ചെയ്തു, നമ്മൾ നേരെ എക്സൈസിന് ഹൊറിസോണ്ടലായിട്ട് ഫോൾസ് ബേസ് ലൈൻ മാർക്ക് ചെയ്തു. ഓക്കെ. നമ്മൾ നേരെ ഫോൾസ് ബേസ് ലൈൻ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 2003 62 മാർക്ക് ചെയ്യുക. സാധാ പോലെ നമ്മുടെ ട്രെൻഡിൻ്റെ ടൈം സീരീസ് ഗ്രാഫ് വരയ്ക്കുന്ന പോലെ നമ്മൾ ഓരോ ഇയറിലേയും നമ്മൾ
ഓരോ പ്രൊഡക്ഷൻ പോയിന്റ് മാർക്ക് ചെയ്യുക. 2004 65 മാർക്ക് ചെയ്യുക, 5 58 മാർക്ക് ചെയ്യുക, 6 65 മാർക്ക് ചെയ്യുക, 7 72 മാർക്ക് ചെയ്യുക, 8 75 മാർക്ക് ചെയ്യുക, 9 16 മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് കിട്ടും, നമുക്ക് നമ്മുടെ ടൈം സീരീസ് ഗ്രാഫ് എന്ന പോയിന്റ് ജോയിൻ ചെയ്ത് നമുക്ക് ടൈം സീരീസ് ഗ്രാഫ് കിട്ടും. ടൈം സീരീസ് ഗ്രാഫ് നമ്മൾ വരച്ചു. നമുക്ക് എന്താണ് മാർക്ക് ചെയ്യേണ്ടത്, ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യണം. ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താ 60 ഉണ്ട് 70 നമ്മുടെ പോയിന്റ്. അപ്പോൾ 60 എന്നുള്ള പോയിന്റ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക. 2003ക്കും 4നും ഇടയ്ക്കായിട്ടാണ് എന്ത് ചെയ്യുക, 60 എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യാം. അടുത്ത് നമ്മുടെ 7നും 8നും ഇടയ്ക്ക് 2007നും 8നും ഇടയ്ക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 70 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് 2 പോയിന്റ് നമ്മൾ സ്ട്രേറ്റ് ലൈനായിട്ട് നമ്മൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് അതാണ് നമ്മളെന്ത് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് നമ്മുടെ 2 പോയിന്റ് വെച്ചിട്ട് 60 എന്ന് പറഞ്ഞാൽ 70 പോയിന്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ട്രെൻഡ് ലൈൻ വരച്ചു. ഓക്കെ, ഇനിയാണ് നമ്മുടെ സെമി ആവറേജ് മെത്തേഡിൽ ട്രെൻഡ് ലൈനും അതുപോലെ തന്നെ ടൈം സീരീസ് ഗ്രാഫും വരയ്ക്കുക. ഓക്കെ, മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജ് അടുത്ത മെത്തേഡ് നമുക്ക് പറയുന്നത് ഇപ്പോൾ 3 ഇയർലി മൂവിങ് ആവറേജ് നമുക്ക് ഇയർ പറയും. ആ ഇയറിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മൂവിങ് ആവറേജസ് കാണണം. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യത്തെ ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ 2000 തൊട്ടിട്ട് 2006 വരെ. അടുത്ത പോപ്പുലേഷൻ കൊടുത്തിട്ടുണ്ട് ഓരോ ഇയറിലെയും കറസ്പോണ്ടിങ് ആയിട്ട്. നമുക്ക് എന്താ പറയുക, 3 ഇയർലി മൂവിങ് ആവറേജ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യത്തെ 3 ഇയർ പറയുമ്പോൾ ആദ്യത്തെ 3 വർഷത്തെ പോപ്പുലേഷൻ എടുക്കുക, ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അത് ട്രെൻഡ് വാല്യൂ കിട്ടും. ഇവിടെ നോക്കുക, നമുക്ക് അടുത്ത കോളം കൊടുത്തിട്ടുണ്ട് 3 ഇയർലി മൂവിങ് ആവറേജ് പറഞ്ഞിട്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ അതിൽ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ ഡാഷ് മാർക്ക് ചെയ്യുക. കാരണം നമുക്ക് ആദ്യത്തെ സെക്ഷനിൽ 3 എടുക്കാൻ പറ്റില്ല. അടുത്ത എടുക്കുമ്പോൾ നമുക്ക് 3 കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ആദ്യത്തെ ഡാഷ് മാർക്ക് ചെയ്യാം. 2001 എന്ത് മാർക്ക് ചെയ്യുക, നമ്മൾ 2000 പ്ലസ് 2001 2012 പോപ്പുലേഷൻ ഒരുമിച്ച് ആഡ് ചെയ്യുക. 412 പ്ലസ് 438 പ്ലസ് 446 ആഡ് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും, 1296 കിട്ടും. ഇനി അടുത്ത 2002 എന്ത് മാർക്ക് ചെയ്യുക, 438 പ്ലസ് 456 പ്ലസ് 454 മാർക്ക് ചെയ്യുക, ആഡ് ചെയ്യുക. നമുക്ക് 1327 കിട്ടും. അങ്ങനെ ഓരോ ഇയർ കഴിയുമ്പോഴും നമ്മൾ ഒരെണ്ണം ആദ്യത്തെ മുകളിലത്തെ പോപ്പുലേഷൻ കുറച്ചിട്ട് ബാക്കി 3 ആഡ് ചെയ്താൽ അപ്പോൾ നമുക്ക് ഓരോന്ന് ആഡ് ചെയ്ത് വരിക. അപ്പോൾ 2003 കേസ് എന്ത് വരും, 446 പ്ലസ് 454 പ്ലസ് 470 വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1370 കിട്ടും. ഇനി 4 കേസിൽ 454 പ്ലസ് 470 പ്ലസ് 483 ചെയ്യാം, നമുക്ക് 1507 കിട്ടും. അങ്ങനെ ഓരോ ഇയറിലെയും നമ്മൾ എന്ത് ചെയ്യുക, മൂവിങ് ആവറേജ് വേണം. അപ്പോൾ നമുക്ക് എന്ത് ഇവിടെ എന്താ വരിക, ആദ്യത്തെ സെക്ഷനും ലാസ്റ്റ് സെക്ഷനും നമുക്ക് ഡാഷ് കൊണ്ട് വരും. കാരണം നമുക്ക് ആദ്യത്തെ സെക്ഷനിലും ലാസ്റ്റ് സെക്ഷനിലും കറക്റ്റ് 3 ഇയറിലായിട്ട് നമുക്ക് എടുക്കാൻ ഉണ്ടാവില്ല. നമുക്ക് ഇടയ്ക്കലത്തെ മാത്രം നമ്മൾ എടുക്കുക, എന്ത് ചെയ്യുക, എന്നിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ ട്രെൻഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ മൂവിങ് ആവറേജ് ഡിവൈഡ് ബൈ 3. ഏതാണ് നമ്മുടെ എത്ര ഇയർ എടുക്കേണ്ടത്, അത്ര ഇയർ ആണ് അവിടെ ബൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3 ഇയറാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ 1296 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തെ ട്രെൻഡ് ലൈൻ കിട്ടും, ട്രെൻഡ് വാല്യൂ കിട്ടും 432. ഇനി 1332 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 456 കിട്ടും. 1370 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 456 കിട്ടും. 1507 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് 469 കിട്ടും. അങ്ങനെ നമുക്ക് ഓരോ ട്രെൻഡ് ലൈൻ നമുക്ക് ട്രെൻഡ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് ഈ ട്രെൻഡ് വാല്യൂ വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, നമ്മുടെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. നമ്മൾ സാധാ പോലെ തന്നെ നമ്മൾ എന്ത് മാർക്ക് ചെയ്യും, നമ്മുടെ ടൈം സീരീസ് ഗ്രാഫ് നമ്മൾ സാധാ പോലെ മാർക്ക് ചെയ്യും. ട്രെൻഡ് ലൈൻ നമ്മൾ ഈ പോയിന്റ് വെച്ച് നമ്മൾ എന്ത് മാർക്ക് ചെയ്യുക, ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ നോക്കുക, നമ്മൾ നേരത്തെ എക്സ് വരച്ചു, വൈ എക്സ് വരച്ചു. അതായത് നമ്മൾ എക്സ് എക്സിൽ ഇയറും വൈ എക്സിൽ പോപ്പുലേഷൻ മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഓരോന്നിൻ്റെ ഫസ്റ്റത്തെ 2000 എത്രയും മാർക്ക് ചെയ്തു, നമ്മൾ 2000 4010 മാർക്ക് ചെയ്തു. 2010 മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫോൾസ് ബേസിലേയും മാർക്ക് ചെയ്തു. ഫോൾസ് ബേസിൽ വരച്ചത് നമ്മൾ ഓരോ ഇയറിലെയും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ പോപ്പുലേഷൻ മാർക്ക് ചെയ്ത് നമ്മൾ എന്ത് വരച്ചു, ഹിസ്റ്റോഗ്രാം വരച്ചു, നമ്മുടെ ടൈം സീരീസ് ഗ്രാഫ് വരച്ചു, ഓരോ ഇയറിലെയും കറസ്പോണ്ടിങ് ആയിട്ട് പോപ്പുലേഷൻ മാർക്ക് ചെയ്തിട്ട്. ഓക്കെ, നമുക്ക് ഇനി എന്താ വരയ്ക്കുന്നത്, ട്രെൻഡ് ലൈനാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ ട്രെൻഡ് വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, ഓരോ ഇയറിലെയും ട്രെൻഡ് വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 2002 തൊട്ടാണ് നമ്മൾ ട്രെൻഡ് വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ 2002 നമ്മൾ ആദ്യത്തെ ട്രെൻഡ് വാല്യൂ 432 മാർക്ക് ചെയ്യുക. അടുത്ത ഇയറിൽ അടുത്ത ട്രെൻഡ് വാല്യൂ മാർക്ക് ചെയ്യുക. അങ്ങനെ അടുത്ത ട്രെൻഡ് വാല്യൂ നമ്മൾ മാർക്ക് ചെയ്യാം. നമ്മൾ എന്നിട്ട് ആ പോയിന്റ് നമ്മൾ സ്ട്രേറ്റ് ലൈനായിട്ട് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ട്രെൻഡ് ലൈൻ കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് മൂവിങ് ആവറേജ് മെത്തേഡിൽ ട്രെൻഡ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇങ്ങനെ മൂവിങ് ആവറേജ് മെത്തേഡിൽ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ടൈം സീരീസ് ഗ്രാഫും അതുപോലെ തന്നെ ട്രെൻഡ് ലൈനും നമ്മൾ മാർക്ക് ചെയ്യുക.